നാം മനുഷ്യരാകൊണ്ട് തന്നെ പറഞ്ഞ പല വാക്കുകളും നിറവേറുവാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്ന് വരികയില്ല. കാരണം നമുക്ക് പരിധികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട്, പലതിന്റെയും നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല എന്നുള്ളത് കൊണ്ട്. എന്നാൽ ഒരിക്കലും വാക്കുമാറാത്ത, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ദൈവം തന്റെ വാക്ക് മാറ്റുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും നാം നമ്മുടെ ഇഷ്ടപ്രകാരം നടന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈ ദൈവം സ്നേഹം നമ്മെ തേടി വരുന്നതും ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം. എന്നാൽ ഈ സാഹചര്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ, സഹായിക്കുമെന്ന് വിചാരിച്ചവർ സമയമാകുമ്പോൾ എന്നെ കൊണ്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞ് നമ്മിൽ നിന്ന് അകന്നു മാറുമ്പോൾ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഇടത്ത് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരികയാണ് ചെയ്യേണ്ടത്. ദൈവമേ, എന്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കണമേ, ഞാനിതാ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് ദൈവശബ്ദത്തിനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഇന്ന് നമ്മുടെ ആത്മീക യാത്രയിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവം ചെയ്ത നന്മകൾ, ഈ ദൈവം ചെയ്ത വിടുതലുകൾ മറന്നു പോകുക എന്ന സാഹചര്യമാണ്. ഈ ദൈവം എന്നെ കൈവിട്ടു കളഞ്ഞു എന്നൊരു തോന്നൽ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ ഇന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയെ പോലും ഈ ദൈവം ഉപേക്ഷിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ജീവിതയാത്രയിൽ ആരൊക്കെ കൈവിട്ടു എന്ന് തോന്നിയാലും ഈ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട് എങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവം നടത്തിയ വിധങ്ങൾ മറന്നു പോകരുത്. സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരുപക്ഷെ പരാജയത്തിലേക്ക് കടന്നുപോയി എന്ന് വരാം. എന്നാൽ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും നിരാശപ്പെടുവാൻ, പരാജയപ്പെടുവാൻ ഈ ദൈവം അനുവദിക്കുകയില്ല എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നടത്തിയ ഈ ദൈവത്തിന്റെ പദ്ധതികൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ജനത 400 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ഭാഗം ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സീനായ് മരുഭൂമിയിലെ 40 വർഷത്തെ സുദീർഘവും ദുഷ്കരവുമായ യാത്രയ്ക്ക് ശേഷം യോർദാൻ നദിക്കരെ മോവാബ് സമതലത്തിൽ വെച്ച് മോശ പുതിയ തലമുറയോട് നടത്തുന്ന അവസാന പ്രഭാഷണങ്ങളാണ് ആവർത്തന പുസ്തകത്തിന്റെ ഉള്ളടക്കം. പഴയ തലമുറ തങ്ങളുടെ അവിശ്വാസം നിമിത്തം മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി, മരിച്ചുപോയി. ഇപ്പോൾ കനാനിൽ പ്രവേശിക്കാൻ നിൽക്കുന്ന പുതിയ തലമുറ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ച വിടുതലും സീനായി മലയിൽ വെച്ച് നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായപ്രമാണവും കൃത്യമായി ഓർക്കേണ്ടത് ആവശ്യമായിരുന്നു. കനാനിലെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് സംഭവിക്കാനിടയുള്ള ആത്മീക വിസ്മൃതിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മോശ ഈ വചനങ്ങൾ സംസാരിക്കുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി, നീ കണ്ണാൽ കണ്ടിട്ടുള്ള ദൈവപ്രവൃത്തിയെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുതെന്നും അത്ഭുതകരമായി നിന്നെ നടത്തിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകല്ലേ, നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും നീ അത് ഉപദേശിക്കണമെന്നും വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന ഭാഗം നമുക്കവിടെ കാണുവാൻ കഴിയും. മോശ ഇസ്രായേൽ ജനത്തോട് അവരുടെ കണ്ണുകൊണ്ട് കണ്ട ദൈവപ്രവൃത്തികൾ മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് വെറും ബുദ്ധിപരമായ ഒരു ഓർമ്മപ്പെടുത്തലുകളല്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഈ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടുപോകാതിരിക്കുവാൻ നിരന്തരമായ ജാഗ്രത ആവശ്യമാണ് എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ, ഇന്ന് നിങ്ങൾ ഒരു വിഷയത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങളുടെ മുമ്പാകെ കടന്നു വന്നിരിക്കുന്ന ഈ വിഷയം, അതിന്റെ വലുപ്പം കണ്ട് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഇന്ന് നിങ്ങൾ ഓർക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഭയം മാറിപ്പോകും. അതിനുശേഷം ഈ വിഷയങ്ങളുടെ നടുവിൽ നിന്നും എന്നെ വിടുവിക്കാൻ കഴിയുന്ന
ചെയ്യുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ അനുഭവിക്കും, ഞാൻ കാണുമെന്ന് പറയുവാൻ തുടങ്ങും. അതേ പ്രിയ ദൈവത്തിലെ, എല്ലാവരാലും കൈവിടപ്പെടുമ്പോഴും കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. നാം അനുഭവിച്ച ദൈവിക വിടുതലുകൾ, നാം അനുഭവിച്ച ദൈവ സ്നേഹം, അത് നമ്മുടെ തലമുറയോടും പറഞ്ഞു കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. കാരണം ഇന്നത്തെ ലോകത്തിൽ അവരുടെ മുമ്പാകെ കടന്നു വരുന്ന വിഷയങ്ങളെ കണ്ട് ഭയപ്പെട്ട് ഭാരപ്പെട്ട് ഈ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പോലും ശത്രുവായവൻ അവരുടെ മനസ്സിൽ ചിന്ത കൊണ്ടുവന്നിടുമ്പോ, ഇന്ന് എന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന വിഷയങ്ങളെ ഓവർകം ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവരുടെ മനസ്സിൽ അവർ ഓർക്കേണ്ടത് ആവശ്യമാണ്. ജീവിതയാത്രയിൽ ഒരിക്കലും കൈവിടപ്പെട്ടു പോകരുത് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ശത്രുവായവൻ പലവിധത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് നമ്മുടെ അടുക്കൽ വരുമ്പോൾ ഈ വിഷയങ്ങളൊന്നും എന്നെ തൊടുകയല്ല, ഇതിന്റെ അപ്പുറത്ത് ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമെന്ന് നാം നമ്മോട് തന്നെ പറയുവാൻ തുടങ്ങണം. എല്ലാം തീർന്നു, ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയല്ല എന്ന് നിങ്ങൾ പറയുന്നതിന് പകരം, ഇല്ല, ഈ വിഷയം എന്നെ തൊടുകയല്ല, ഈ വിഷയത്തിലും ഞാൻ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി കാണും എന്ന് പറയുവാൻ തുടങ്ങണം. പ്രിയ ദൈവത്തിലെ, ആരൊക്കെ മറന്നാലും ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും ഈ ദൈവസ്നേഹം ഒരിക്കലും നിങ്ങളെ മാറ്റി നിർത്തുന്നില്ല എന്ന് നിങ്ങൾ ഇന്ന് തിരിച്ചറിയണം. ആവശ്യമാണ്. സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് നിങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ഇന്ന് ഉറക്കേണ്ടത് ആവശ്യം. വാക്കുമാറിയാലും ഒരിക്കലും വാക്കുമാറാത്ത ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. അതേ പ്രിയ ദൈവത്തിലെ, ജീവിതയാത്രയിൽ കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ആരാ പറഞ്ഞതെല്ലാം തീർന്നെന്ന്? ഇല്ല, നിന്ദിച്ചവരുടെ മധ്യേ മാനിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോവുകയാണ്. ഇന്ന് ഈ ചെറു സന്ദേശത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവത്തിന് മുമ്പാകെ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. എന്റെ അവിശ്വാസത്തെ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഈ ദൈവത്തോട് വീണ്ടും അടുത്തു വരുവാൻ തയ്യാറാകണം. നിങ്ങൾ അങ്ങനെ അടുത്തു വരുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിരുക്കരങ്ങൾ തരികയാണ്. എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോഴും അനുകൂലമായ ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ ഈ ദൈവജനം അനുഭവിച്ചറിയട്ടെ. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മ നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചിരുന്നു. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും നസ്രനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.